27 നക്ഷത്രങ്ങൾക്ക് പല പ്രത്യേകതകളുമുണ്ട്. ഇത്തരം നക്ഷത്രങ്ങൾക്ക് പൊതുവായിട്ടുള്ള സ്വഭാവവുമുണ്ട്. ഇതൊന്നും അല്ലാതെ ജനനമനുസരിച്ചിട്ട് ഓരോരോ നാളുകാർക്കും പ്രത്യേകതകൾ ഉണ്ടാവും. ചില നക്ഷത്രങ്ങൾ സ്ത്രീകൾക്കും ചില നക്ഷത്രങ്ങൾ പുരുഷന്മാർക്കും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ചില പ്രത്യേക സ്ത്രീ നക്ഷത്രങ്ങളുണ്ട്. ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാവും. അപ്പോൾ ഇത്തരം നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഉയർച്ചയിലേക്ക് അവർ അങ്ങ് പോകും. ചിലപ്പോൾ ഒട്ടും സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത ആളുകളാണ് എങ്കിലും വിവാഹശേഷം അവർ പെട്ടെന്ന് അവർക്ക് പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതും പല രീതിയിലുള്ള ഉയർച്ച വന്നു ചേരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ഈ സ്ത്രീ നക്ഷത്രങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടുകൂടി ആവാം. അപ്പൊ ഇങ്ങനെ പ്രത്യേകതകളുള്ള സ്ത്രീ നക്ഷത്രത്തെ ജനിക്കുന്ന അവർക്ക് ആ നല്ല രീതിയിലുള്ള കുടുംബജീവിതമൊക്കെ നയിക്കാനുള്ള ഭാഗ്യമുണ്ടാവും. അവർ ചെന്ന് കയറുന്ന വീട്ടിൽ വളരെ ശ്രേഷ്ഠതകൾ ഉണ്ടാവും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ കുടുംബജീവിതമൊക്കെ സന്തോഷപ്രദമായിട്ട് നയിക്കുന്ന സമയത്ത് ദൈവാനുഗ്രഹവും കൂടി ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ശ്രേഷ്ഠതയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാര് സ്ഥിരമായിട്ട് ക്ഷേത്ര ദർശനം നടത്തുകയും അതേപോലെ ക്ഷേത്രത്തിൽ പോയി വേണ്ട വഴിപാടുകളൊക്കെ നടത്തുകയും ഭാഗ്യം നിങ്ങളിലേക്ക് എത്തപ്പെടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും ധാരാളം ഉയർച്ചയിലേക്ക് പോകാനായിട്ട് അത് സഹായിക്കും. അപ്പം അങ്ങനെ കൂടി ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഉയർച്ചയിലേക്ക് പോകാൻ സഹായിക്കുന്ന ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ഭാഗ്യവും ഐശ്വര്യവും താനേ വന്നു ചേരും. അത് നമുക്ക് ആ ഒരു സമയത്ത് ആ ഒരു വിവാഹം കഴിഞ്ഞിട്ട് പറയാത്തടത്തു നിന്നായിരിക്കും നമുക്ക് ഉയർച്ചയും ഐശ്വര്യവും ഒക്കെ നമുക്ക് വന്നു ചേരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളെല്ലാം മാറി നിങ്ങളുടെ സമയം തെളിയാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു അശ്വതി നക്ഷത്രക്കാരെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നത്. ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും ഐശ്വര്യം തന്നെയായിരിക്കും ഇവർക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. പല സമയങ്ങളിലും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇത് ചേർന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പല രീതിയിലുള്ള ഉയർച്ച നിങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് സഹായിക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അടുത്തത് അത്തം നക്ഷത്രത്തിലുള്ള സ്ത്രീകളാണ്. സൗന്ദര്യവും കാര്യപ്രാപ്തിയും ഒത്തിണങ്ങിയ സ്ത്രീകളായിരിക്കും ഈ അത്തം നക്ഷത്രക്കാര്. അവരുടെ ഒരു പ്രത്യേകതയാണ്, അവർക്കൊരു പ്രത്യേക സൗന്ദര്യവും ഒരു കാര്യപ്രാപ്തിയൊക്കെ അവർക്ക് അവരുടെ ജീവിതത്തിലുടനീളം അവർക്ക് ഉണ്ടാവും. അപ്പൊ ഇവരെ വിവാഹം കഴിക്കുന്ന ആ ഒരു പുരുഷന്മാർക്ക് ഭാഗ്യവും ഐശ്വര്യവും ഫലമായിട്ട് വരും. ഇവര് വിവാഹം കഴിച്ചു ചെല്ലുന്ന വീട്ടിൽ കുറച്ചും കൂടി ഇവർക്ക് ശ്രേഷ്ഠത കൂടുതലായിരിക്കും. പെണ്ണത്തം പൊന്നത്തം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് വെറുതെ പറയുന്നതല്ല. നമ്മുടെ ആ ഒരു വിവാഹം കഴിഞ്ഞ് ആ ഒരു കുടുംബത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ പല രീതിയിലുള്ള ശ്രേഷ്ഠതകൾ ഉണ്ടാവും. അവരുടെ സ്വന്തം കുടുംബത്തും അവർക്ക് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു കാലഘട്ടമായിരിക്കും വരുന്നത്. കുറച്ചും കൂടി അധികം ശ്രേഷ്ഠത ഉണ്ടാവുന്നത് വിവാഹശേഷമാണ്. അപ്പോൾ ഈ അത്തം നാളുകാരെ വിവാഹം കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അവരുടെ ജീവിത രീതി വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് എല്ലാ കാര്യത്തിലും നല്ല തൻ്റെ ഇടം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളെയും ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി അവർക്കുണ്ട്. അവർക്ക് കുടുംബത്തിൽ പല തീരുമാനങ്ങളും എടുക്കാനുള്ള കഴിവുള്ള ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉള്ളപ്പോൾ ആ ഒരു കുടുംബത്തിൽ മുന്നേറാനുള്ള സാധ്യത കൂടുതലാണ്. സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാതെ എല്ലാ രീതിയിലും കുട്ടികളുടെയൊക്കെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഒരു കഴിവൊക്കെയുണ്ട്. അപ്പോൾ പല രീതിയിലും ശ്രേഷ്ഠതയുള്ള നാളുകാരാണ് അത്തം നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ. ഇനി അടുത്തത് മകം നക്ഷത്രത്തിലുള്ള സ്ത്രീകളാണ്. മകം നക്ഷത്രത്തിലുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവർക്ക് ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുന്ന ഒരു നക്ഷത്രമാണ്. അപ്പോൾ അത് പുരുഷന്മാർക്ക് അങ്ങനെയുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നു. സൗന്ദര്യവും കാര്യശേഷിയൊക്കെ ഒത്തിണങ്ങിയ സ്ത്രീ നക്ഷത്രമാണ് മകം. ഇവരെ വിവാഹം കഴിക്കുന്നവർക്ക് അവരുടെ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ആ ഒരു കുടുംബത്ത് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഒട്ടും സാമ്പത്തികമായിട്ടൊക്കെ ഇല്ലാത്ത കുടുംബമാണെങ്കിൽ പോലും ഉന്നതിയിലെത്താനായിട്ട് കഴിയുന്ന ഒരു നക്ഷത്രമാണ് മകം. അപ്പോൾ മകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മകം പിറന്ന മങ്ക എന്ന് പറയാറുണ്ട്. അത് സ്ത്രീ നക്ഷത്രമാണ്. അതുകൊണ്ടാണ് മകം പിറന്ന മങ്ക എന്ന് പറയുന്നത്. ഭർത്താവിന് മാത്രമല്ല സ്ത്രീകൾക്ക് പൊതുവെ സമ്പത്തും ജീവിത സൗഖ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് ഈ പറയുന്ന മകം നക്ഷത്രം. അവർക്ക് വിദ്യാഭ്യാസത്തിലാണെങ്കിലും അതല്ല അവരുടെ ജീവിത രീതിയിലൊക്കെ ആണെങ്കിലും അവർ ഉയർച്ചയിലേക്ക് അവർ സ്വയമേ എത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. സ്വയമേ എത്തപ്പെടാൻ കഴിയുന്ന ഒരു മനസ്സുള്ള ആളുകളാണ്. അതിനുള്ള കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
അവർക്ക് ജീവിതത്തിൽ വിജയം നേടാനായിട്ട് അവർക്ക് തന്നെ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും അവർക്ക് സാധിക്കുന്ന നക്ഷത്രമാണ്. വിവാഹശേഷം അവരുടെ ആ ഒരു ഭാഗ്യം ആ ഒരു പുരുഷനിലേക്കും എത്തപ്പെടാൻ സഹായിക്കും. അപ്പം അതുകൊണ്ട് അവർ 2 നക്ഷത്രം കൂടെ ചേർന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ രീതിയിലുള്ള ഉയർച്ച ആ കുടുംബത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ ഇനി അടുത്ത വിവാഹശേഷം ഭർത്താവിന് ഭാഗ്യമാകുന്ന മറ്റൊരു സ്ത്രീ നക്ഷത്രമാണ് ഉത്രം. അപ്പോൾ വിശ്വസ്തതയുള്ള ഇവർ പങ്കാളിയെ ചതിക്കാത്ത ആൾക്കാരാണ്. ഇവരെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളാണ്. എല്ലാ സമയങ്ങളിലും എല്ലാ കാര്യത്തിനും പങ്കാളിക്കൊപ്പത്തോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവര്. കുടുംബസ്നേഹമുള്ളവരാണ് ഈ ഒരു നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ. അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. അത് ഭർത്താവിനോടാണെങ്കിലും ഭർത്താവിൻ്റെ കുടുംബത്തോടാണെങ്കിലും ഒക്കെ അവർക്ക് മനസ്സുകൊണ്ട് നല്ല സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവരെ ചേർത്ത് നിർത്താനായിട്ട് സാധിക്കുന്ന മനസ്സുള്ള ഒരു നക്ഷത്ര സ്ത്രീകളാണ് ഈ ഉത്രം നക്ഷത്രക്കാര്. നാളുകാരായിട്ടുള്ള ആ സ്ത്രീകളുടെ ഒപ്പമൊക്കെയുള്ള ജീവിതം ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ കൊണ്ടുവരാനായിട്ട് വളരെ ശ്രേഷ്ഠമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും ശ്രേഷ്ഠമായിട്ടുള്ള ഈ സ്ത്രീ നക്ഷത്രക്കാരുള്ള വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ തീർച്ചയായിട്ടും ഉന്നതിയിൽ എത്തുക തന്നെ ചെയ്യും. അടുത്തതായിട്ട് മകയിരം നക്ഷത്രത്തിൽപ്പെടുന്ന സ്ത്രീകളാണ് ഭർത്താവിന് ഭാഗ്യവുമായിട്ട് കൊണ്ടുവരുന്നത്. ഭർത്താവിന് ലക്ഷ്മിയാകുന്ന സ്ത്രീ നക്ഷത്രമാണ് മകയിരം എന്നാണ് പറയുന്നത്. അപ്പൊ ലക്ഷ്മി ദേവി നമുക്കറിയാലോ, മഹാലക്ഷ്മി എന്ന് പറയുന്നത് സമ്പത്തിന്റെ ഉറവിടമാണ്. അപ്പൊ ആ ഒരു സമ്പത്ത് അവരിലേക്ക് എത്തപ്പെടാനായിട്ട് സഹായിക്കുന്ന ഒരു നക്ഷത്രമാണ് മകയിരം എന്ന് പറയുന്ന നക്ഷത്രം. അപ്പോൾ പങ്കാളിക്ക് നല്ല സുഹൃത്തു കൂടിയായിട്ട് ഇരിക്കാൻ കഴിയുന്ന ഒരു മനസ്സിനുടമയുള്ളവരാണ് മകയിരം നക്ഷത്രക്കാര്. അപ്പൊ ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സൗഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു നക്ഷത്രം കൂടിയാണ് മകയിരം. ഇനി അടുത്തത് തൃക്കേട്ട നക്ഷത്രത്തിലുള്ള സ്ത്രീ നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവർക്ക് ഭാഗ്യവും ഐശ്വര്യവും തീർച്ചയായിട്ടും ഉണ്ടാവും. ഭർത്താവിനോട് വിശ്വസ്തത കാണിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാര്. ഭർത്താവിന്റെ കുടുംബത്തോടും വിശ്വസ്തത പുലർത്തുന്ന നക്ഷത്രക്കാർ കൂടിയാണ്. അപ്പൊ നമ്മൾ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് അവരെ മാത്രം ചേർത്ത് പിടിക്കുന്ന ഒരു സ്ത്രീകളല്ല ഈ പറയുന്ന തൃക്കേട്ട നക്ഷത്രത്തിലുള്ള ആളുകൾ. ആ കുടുംബത്തെ മൊത്തത്തിൽ ചേർത്ത് പിടിക്കാൻ കഴിവുള്ള സ്ത്രീകളാണ്. അപ്പൊ അങ്ങനെയുള്ളത് വളരെ ശ്രേഷ്ഠതയാണ്. നമുക്കറിയാം വിവാഹശേഷമൊക്കെ പല കുടുംബങ്ങളും ഈ ചിഹ്നമായി പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റേത് എന്നുള്ള സ്വാർത്ഥ സ്വഭാവം പലപ്പോഴും ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് അപ്പോൾ വീട്ടിലുള്ള ആളുകൾക്കാണ് എങ്കിലും കെട്ടിക്കൊണ്ട് വരുന്ന സ്ത്രീകൾക്കാണ് എങ്കിലും ഭർത്താവിനാണെങ്കിലും ഒക്കെ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടായാൽ മതി സ്വാർത്ഥ സ്വഭാവം. ആ ഒരു കുടുംബം അവിടെ ചിന്ന ഭിന്നമായി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പോകെ അവരിങ്ങനെ അവിടെ ഒരു ഇറിറ്റേഷൻ, അവരവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കും. അതിൽ നിന്ന് ആ ഒരു കുടുംബം തകർന്ന് പോകുന്നത് നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ തൃക്കേട്ട നക്ഷത്രക്കാർ അങ്ങനെയുള്ള ഒരു നക്ഷത്രമല്ല. അവർ ആ കുടുംബത്തെ ഏറ്റവും ഭംഗിയായിട്ട് ചേർത്ത് നിർത്താൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന നക്ഷത്രക്കാരാണ്, ചേർത്ത് നിർത്താൻ കഴിവുള്ള നക്ഷത്രക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ഏറ്റവും സൗഭാഗ്യവും സന്തോഷവും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. പൊതുവെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രം എന്നാണ് ഈ കാർത്തിക നക്ഷത്രത്തെ പറയുന്നത്. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് കാർത്തിക നക്ഷത്രം, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഉണ്ടാവുക എന്നുള്ളത്. വിവാഹം കഴിക്കുന്നവരുടെ ജീവിതത്തിൽ ഇത് പ്രത്യക്ഷമായിട്ട് തന്നെ അവർക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു നക്ഷത്രമാണ്. ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നവരാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു കാര്യമാണ്. ഇവരുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരാൻ സഹായിക്കുന്ന നക്ഷത്രമാണ്. പ്രത്യേകിച്ചും വിവാഹശേഷമാണ് ഇവർക്ക് കൂടുതലായിട്ടുള്ള ആ ഒരു സന്തോഷവും അനുഗ്രഹവും ചൈതന്യവും ഒക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് വിവാഹശേഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ത്രീ നക്ഷത്രക്കാര് വളരെ ശ്രേഷ്ഠതയുള്ളവരാണ്. ഇനി അടുത്തത് രേവതി നക്ഷത്രത്തിലുള്ള സ്ത്രീജനങ്ങളാണ്. ഭർത്താവിന് ഭാഗ്യമേകുന്ന ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം. ഇവരെ വിവാഹം കഴിച്ചാൽ അവരുടെ ആ പുരുഷന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടകാലമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിഞ്ഞ് നല്ല ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവര് സൗന്ദര്യമുള്ള ആളുകളാണ്, ഭക്തരായിട്ടുള്ള ആളുകളാണ്. ഇവർക്ക് നല്ല ഈശ്വര വിശ്വാസം ഇവർക്ക് ഉള്ള ആളുകളാണ്. ഈശ്വരാധീനം ഉള്ള ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ആ ചെന്ന് കയറുന്ന വീട്ടിലും ആ ഒരു ഭാഗ്യവും ഐശ്വര്യവും ഈശ്വരാധീനവും ഒക്കെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ ശ്രേഷ്ഠതയുള്ള ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം. അപ്പോൾ ഞാനീ പറഞ്ഞ നക്ഷത്രമൊക്കെ സ്ത്രീകൾക്ക് വളരെ ശ്രേഷ്ഠതയാണ്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് വളരെ ശ്രേഷ്ഠതയാണ്.
ഇപ്പോൾ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. ഇതല്ലാതെ ജനന സമയം ഒക്കെ അനുസരിച്ചിട്ട് സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം, ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ്. പൊതുവായിട്ട് ഉള്ള ഒരു സ്വഭാവത്തെക്കുറിച്ചും ജ്യോതിഷപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാവട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.